ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ബ്രദറിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയുന്നത്. ആളല്ലെങ്കിൽ ഇടയ്ക്ക് തന്നെ വിളിച്ച് ഇപ്പം എനിക്കും എന്തോ വിളിക്കാൻ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴെങ്കിലും അത് മനസ്സിലൊന്ന് ചിന്തിച്ചു ഒന്ന് ഇടയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ആള് ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഓരോ ചെറിയ വർക്കിനൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലാണ് വന്ന് നിന്നുകൊണ്ടൊക്കെ ഇരുന്നത്. ആ സമയത്തൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരും, ഞങ്ങൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ കറങ്ങാൻ പോകും. അന്നേരമൊക്കെ ആള് വരാറ്, അത്രയും കണക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് വന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അപ്പോൾ നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്ന ഒരാളാണ് ക്യാമറ കണ്ണിലൂടെ അവനെ ഒപ്പിയെടുത്ത ഒരു ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു കഴിവിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ആൾ. വേറെ എങ്ങനെ പഠിച്ചു വന്നതല്ല, വേറെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നും അല്ല. നാടകം അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ പുള്ളി ഫസ്റ്റ് സിനിമയാണ് പോലും അത് പറയില്ല. ആളുടെ ഫസ്റ്റ് പടമാണ്. ജോജു ജോർജിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെ സൈസ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അവരുടെ കൂടെ തന്നെ പുള്ളി പിടിച്ചു നിൽക്കുന്നുണ്ടായില്ലേ. അതെ, നിമിഷ സജയന്റെ ഒക്കെ ഒപ്പത്തിന്. അത് ഭയങ്കര. പക്ഷെ എന്നാലും ഒരു അവാർഡായിട്ട് കിട്ടിയില്ല അല്ലേ? അഖിലിനാണേലും ഇപ്പം അജിത്തിനാണേലും മികച്ച ഛായാഗ്രഹകൻ എന്ന് പറഞ്ഞ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇത് അവസാന നിമിഷത്തിലാണ് പോയത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് 2 പേരിൽ വന്നിരുന്നു. അപ്പം ഇതുപോലെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ചിലപ്പോൾ അവാർഡിൻ്റെ അവസരം നാളെ ചിലപ്പോൾ അവാർഡ് ചാൻസ് ഉണ്ടെന്നൊക്കെ തലേന്നൊക്കെ വിളിച്ചു.